പൂജ്യത്തിൽ നിന്നും പൂർണ്ണതയിലേക്കെത്താൻ ചവിട്ടിക്കയറിയ പടവുകളാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവുമുണ്ടെങ്കിൽ ജീവിത വിജയം കൈകളിലൊതുക്കാമെന്ന വ്യക്തമായ സന്ദേശമാണ് എൻ്റെ ജീവിതാനുഭവങ്ങൾ നൽകുന്നത്. ഇല്ലായ്മയുടെ കാലത്ത് തുടക്കമിട്ട ജീവിതയാത്ര ഇന്ന് ചെന്നെത്തി നിൽക്കുന്നത് ഒട്ടും മോശമല്ലാത്ത അവസ്ഥയിലാണ്. ദിവസത്തിൽ ഒരു നേരം പോലും വയറു നിറക്കാൻ പറ്റാത്തതിനാൽ വിശപ്പ് അനുഭവിക്കേണ്ടി വന്ന ആ കാലഘട്ടം ഇന്ന് പക്ഷേ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളിൽ ഏത് കഴിക്കണമെന്ന് ശങ്കിച്ചു നിൽക്കുന്നു. ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് എൻ്റെ പച്ചയായ ജീവിതമാണ്. ദാരിദ്ര്യത്തിൻ്റെ കൈപ്പേറിയ നിരവധി അനുഭവങ്ങൾ കൊണ്ട് കറ പിടിച്ചതായിരുന്നു എൻ്റെ ആദ്യകാല ജീവിതം. പുതുവസ്ത്രങ്ങളണിയാൻ സാധിക്കാതിരുന്ന പെരുന്നാളുകൾ, പുസ്തകങ്ങളും പഠനോപകരണങ്ങളും, ആവശ്യത്തിനില്ലാത്ത കലാലയ ദിനങ്ങൾ, വയർ നിറച്ചു ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം മരീചിക മാത്രമായി അനുഭവപ്പെട്ട ദിനരാത്രങ്ങൾ, അധ്വാനം കൊണ്ട് വിയർപ്പൊഴിക്കേണ്ടി വന്ന കുട്ടിക്കാലം, ബാധ്യതകൾ ചുമലിലേറ്റേണ്ടി വന്ന കൗമാരക്കാലം, പ്രതിസന്ധികൾ വലയം ചെയ്ത യൗവനം. പക്ഷേ എവിടെയും തളരാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല. അതിജീവനത്തിൻ്റെ കൊടുമുടി കയറാൻ മനസ്സിനെ പാകപ്പെടുത്തി മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്തത്. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ അല്ല, നിരവധി വർഷങ്ങൾ. ആ നീക്കം വെറുതെയായില്ല. അഭിമാനാർഹമായ ഒരു ജീവിതം അതെനിക്കു സമ്മാനിച്ചു. വാടിക്കരിഞ്ഞു പോകുമായിരുന്ന ഒരു മുന്തിരി വള്ളിയെ മുന്തിരിക്കുലകൾ കൊണ്ട് സമ്പന്നമാക്കാൻ അതെന്നെ സഹായിച്ചു. അവയുടെ മധുരമാണ് ഞാനിന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി എൻ്റെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കാം. 1965 ഒക്ടോബർ 15 അന്നാണ് ഞാൻ ഈ ഭൂമുഖത്ത് ഉദയം ചെയ്തത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ വലിയ ജില്ലയായ മലപ്പുറത്തിൻ്റെ ഭാഗമായ വാഴക്കാട് പഞ്ചായത്തിലെ ഒരു മനോഹര ഗ്രാമമായ വാഴക്കാട്ടെ ഇടശ്ശേരിക്കുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന മുടക്കോഴി മലയുടെ താഴ്വാരത്തിൽ കണ്ണന്തുടി അബ്ദുള്ളയുടെയും മണ്ണറൂട്ട് കളത്തിങ്ങൽ ഫാത്തിമയുടെയും ആദ്യത്തെ സന്തതിയായാണ് ഞാൻ ജനിച്ചത്. ആ കാലഘട്ടത്തിലെ നാട്ടുനടപ്പ് പ്രകാരം ഉമ്മയുടെ വീട്ടിലാണ് ആദ്യത്തെ പ്രസവം നടക്കുക. ആശുപത്രികൾ അധികമില്ലാതിരുന്ന അന്ന് ഒസാച്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീയുടെ മേൽനോട്ടത്തിൽ വീടുകളിൽ വെച്ചാണ് പ്രസവം നടന്നിരുന്നത്. എൻ്റെ മാതാവ് എനിക്കു ജന്മം നൽകിയതും ആ കീഴ്വഴക്കം അനുസരിച്ച് തന്നെയായിരുന്നു. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു വാഴക്കാട്. പേര് സൂചിപ്പിക്കുന്ന പോലെ ധാരാളം വാഴകൾ അവിടുത്തെ വയലുകളിൽ കൃഷി ചെയ്യപ്പെട്ടിരുന്നു. വയലുകളും കരകളും കൂടി ചേരുന്ന ഇടങ്ങളിൽ ജലസംഭരണികളായി ചെറുതും വലുതുമായ ധാരാളം കുളങ്ങൾ അന്ന് കാണപ്പെട്ടിരുന്നു. വരാൽ, മൊസു, കടു, കരുതല, പരൽ, കണ്ണാഞ്ചുട്ടി എന്നിവയായിരുന്നു കുളങ്ങളിൽ ധാരാളമായി കാണപ്പെട്ടിരുന്ന മത്സ്യങ്ങൾ. ഒഴിവു സമയങ്ങളിൽ കുളങ്ങളിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക എന്നത് അന്നത്തെ കുട്ടികളുടെ പ്രധാന വിനോദങ്ങളിൽ ഒന്നായിരുന്നു. ഏകദേശം 5 വയസ്സുവരെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ ഉപ്പയുടെ നാടായ വെട്ടുപാറയിലായിരുന്നു എൻ്റെ ജീവിതം. ചാലിയാർ പുഴയുടെ തീരപ്രദേശമായ വെട്ടുപാറ മലപ്പുറം ജില്ലയിലെ ചീക്കോട് പഞ്ചായത്തിൻ്റെ വടക്കേ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചാലിയാറിൻ്റെ തീരപ്രദേശത്തു താമസിച്ചിരുന്നവർ കുടിക്കാനും ആശ്രയിച്ചിരുന്നത് ചാലിയാറിലെ ശുദ്ധജലത്തെയായിരുന്നു. കുടങ്ങളിൽ വെള്ളം ശേഖരിച്ച് കൈകളിൽ തൂക്കിയോ ചുമലിൽ വെച്ചോ തലയിൽ ചുമന്നോ ആയിരുന്നു വെള്ളം വീടുകളിൽ എത്തിച്ചിരുന്നത്. മുകൾ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അടിഭാഗത്ത് കിടക്കുന്ന സൂചി പോലും കാണാനാകും വിധം തെളിമയുള്ളതായിരുന്നു അന്ന് ചാലിയാറിലെ ജലം. വാള, കരിമീൻ, ചെമ്പല്ലി, മാലാൻ, ചേറിയൻ, വരാൽ, മഞ്ഞളേട്ട, ആരൽ,
കതള, കടുങ്ങാലി, തിരുത, മഞ്ഞിൽ തുടങ്ങി കാണാൻ ഭംഗിയും തിന്നാൻ രുചിയുമുള്ള ധാരാളം ശുദ്ധജല മത്സ്യങ്ങൾ അധിവസിക്കുന്ന പുഴയായിരുന്നു അന്നത്തെ ചാലിയാർ. പുഴയോരത്ത് ജീവിച്ചിരുന്നവരിലധികവും മത്സ്യബന്ധനം നടത്തുന്നതിൽ തൽപരരായിരുന്നു. 5 വയസ്സു മുതൽ ഉമ്മയുടെ വീട്ടിലായി താമസവും പഠനവും. ഉപ്പയുടെ ദാരിദ്ര്യവും എന്നോടുള്ള വലിയുപ്പയുടെയും വലിയുമ്മയുടെയും അമിതമായ സ്നേഹവും വാത്സല്യവും അതിന് നിമിത്തമായി. വാഴക്കാട്ടങ്ങാടിയുടെ കിഴക്കുഭാഗത്തുള്ള അസാസുൽ ഇസ്ലാം മദ്രസയിലായിരുന്നു മതപഠനം ആരംഭിച്ചത്. വിശാലമായ വയലുകൾക്കപ്പുറത്തുള്ള ഉമ്മയുടെ വീട്ടിൽ നിന്നും അതിരാവിലെ മദ്രസയിലേക്ക് എത്തുക എന്നത് അന്നത്തെ കാലത്ത് ഒരു സാഹസിക പ്രവർത്തനം തന്നെയായിരുന്നു. വയലുകൾക്ക് അതിർത്തി നിർണ്ണയിക്കാൻ നിർമ്മിക്കപ്പെട്ട വീതി കുറഞ്ഞ വരമ്പുകളിലൂടെയായിരുന്നു യാത്ര. മഴക്കാലമായാൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന വയലുകളും നിറഞ്ഞൊഴുകുന്ന തോടും ഭീതിപ്പെടുത്തുന്നവയായിരുന്നു. സമസ്തയുടെ സിലബസ് അനുസരിച്ചു നടത്തപ്പെടുന്ന മദ്രസയിൽ 4ാം ക്ലാസ് വരെ പഠിക്കാനേ സാധിച്ചുള്ളൂ. പിന്നീട് വാഴക്കാട്ട് വലിയ ജുമാഅത്ത് പള്ളിയിൽ നടത്തപ്പെട്ടിരുന്ന ദർസിലാണ് മതപഠനം പുരോഗമിച്ചത്. പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായിരുന്ന റഷീദ് ഫൈസിയായിരുന്നു പള്ളിയിലെ മുദരിസ്. സ്നേഹസമ്പന്നനും അധ്യാപനത്തിൽ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു മഹാപണ്ഡിതനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം ലഭിച്ചത് എൻ്റെ ജീവിതത്തിലെ വിലമതിക്കാനാകാത്ത നേട്ടമായി ഞാൻ ഇന്നും കരുതുന്നു. ഒരു ദിവസം രാവിലെ ഷാഫിഈ മദ്ഹബിലുള്ള ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥം പഠനം ആരംഭിക്കുന്നതിന് വേണ്ടി ഉസ്താദിൻ്റെ റൂമിലേക്ക് ചെന്നു. ഉസ്താദ് കട്ടിലിലും ഞാൻ നിലത്തു വിരിച്ച പായയിലുമാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ഉസ്താദ് തൻ്റെ ഖാദിമുമായി എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്താദ് അല്പം ദേഷ്യത്തിലാണെന്ന് സംസാരത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി. സംസാരം കഴിഞ്ഞു. സഹായി പോയി. ഉസ്താദിൻ്റെ മുഖത്ത് കടുത്ത ദേഷ്യത്തിൻ്റെ ലക്ഷണം പ്രകടമാണ്. ഉടനെ എന്നോട് പറഞ്ഞു, വായിക്കൂ. പതിവ് പോലെ ഞാൻ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി വായന ആരംഭിച്ചു. ഉടനെ ഉസ്താദ് പറഞ്ഞു, ബിസ്മിയുടെ അർത്ഥം പറയൂ. ബിസ്മിയുടെ ശരിയായ അർത്ഥം അതിൻ്റെ മുന്നേ ഉസ്താദ് എന്നെ പഠിപ്പിക്കുകയോ ഞാൻ മറ്റാരിൽ നിന്നും പഠിക്കുകയോ ചെയ്തിരുന്നില്ല. ഞാൻ ആകെ വിഷമത്തിലായി. എങ്കിലും എവിടെ നിന്നോ കേട്ട ഓർമ്മയിൽ ഞാൻ പറഞ്ഞു, കരുണാകരനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഇത്രയും പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും അതാ വരുന്നു ഉസ്താദിൽ നിന്നും അടിയോടെ പെരുമഴ. ഞാൻ കരഞ്ഞു. എൻ്റെ സങ്കടം ഇതായിരുന്നു. ഒരിക്കൽ പോലും ബിസ്മിയുടെ അർത്ഥം എനിക്ക് ഉസ്താദ് പറഞ്ഞു തന്നിട്ടില്ല. എന്നിരിക്കെ ഉസ്താദ് എന്തിനാണ് എന്നെ അടിച്ചത്? അതും അന്യായമായ അടി. ഉസ്താദ് അടി നിർത്തി. ബിസ്മിയുടെ ശരിയായ അർത്ഥം എനിക്ക് പറഞ്ഞു തന്നു. പരമ കാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. കിതാബിൽ നിന്നും അല്പഭാഗം വായിച്ചു തന്ന ശേഷം എന്നെ തലോടിക്കൊണ്ട് ഉസ്താദ് പറഞ്ഞു, സാരമില്ല. ഞാനപ്പോൾ അല്പം ദേഷ്യത്തിലായിരുന്നു. അന്നു മുതൽ ഉസ്താദിൻ്റെ അരുമശിഷ്യനായി ഞാൻ മാറി. ഉസ്താദ് പോകുന്ന മിക്ക പരിപാടികളിലും എന്നെയും കൂടെ കൂട്ടുമായിരുന്നു. ഒരിക്കൽ വാഴക്കാട് പഞ്ചായത്തിൻ്റെ ഭാഗമായ കോലോത്തും കടവിൽ ഒരു പ്രഭാഷണത്തിന് പോകുമ്പോൾ എന്നെയും കൂടെ കൂട്ടി. പ്രഭാഷണത്തിൻ്റെ മുമ്പ് ഭക്ഷണവും മറ്റും കഴിക്കുന്ന രീതിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ പത്തിരിയും കഞ്ഞിയും കഴിച്ചുകൊണ്ടിരിക്കെ ഇടതു കൈകൊണ്ട് കഞ്ഞി കുടിക്കാനൊരുങ്ങിയ എൻ്റെ കൈക്ക് ഉസ്താദ് പതുക്കെ ഒന്നടിച്ചു. ശേഷം പറഞ്ഞു, വലതു കൈകൊണ്ട് കുടിക്ക്. ഇന്നും അതെൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുന്നു. കരുമരക്കാട് GM-LP സ്കൂളിലായിരുന്നു എൻ്റെ സ്കൂൾ ജീവിതത്തിൻ്റെ തുടക്കം. ജാതി മതഭേദമന്യേ തോളോട് തോളുരുമിയുള്ള ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു അത്. സ്നേഹനിധികളായ അധ്യാപകരും അധ്യാപികമാരും കലഹത്തിൽ പോലും സ്നേഹം കൈവിടാത്ത വിദ്യാർത്ഥിനികളും ഗ്രാമീണ ഭംഗി വേണ്ടുവോളമുള്ള കലാലയാന്തരീക്ഷവും എല്ലാം ഓർക്കുമ്പോൾ ആ കാലഘട്ടത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാനായിരുന്നെങ്കിൽ എന്ന് ഇപ്പോഴും കൊതിച്ചു പോകുന്നു. ആദാമിൻ്റെ മകൻ അബു എന്ന മലയാള പാഠപുസ്തകത്തിലെ കഥയും കാട്ടുതീയിൽപ്പെട്ട കുടുംബം എന്ന പദ്യവും മനസ്സിനെ ഏറെ സ്വാധീനിച്ചവയായിരുന്നു. പൊതു സേവനത്തിൻ്റെ പ്രതീകമായിരുന്നു അബു. എങ്കിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയുടെയും മക്കളുടെയും കഷ്ടതകൾ വെളിപ്പെടുത്തുന്നതോടൊപ്പം ദൈവം അവർക്ക് എങ്ങനെ തുണയാകുന്നു എന്ന് സൂചിപ്പിക്കുക കൂടി ചെയ്യുന്നതായിരുന്നു കാട്ടുതീയിൽപ്പെട്ട കുടുംബം എന്ന കവിത. 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്ക് ഗുരുതരമായ രോഗം ബാധിച്ചത്.
അതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം എനിക്ക് സ്കൂളിൽ പോകാനായില്ല. അസുഖം ഏകദേശം ഭേദമായപ്പോൾ അമ്മാവൻ എന്നെ ചുമലിലേറ്റി സ്കൂളിലേക്ക് കൊണ്ടുപോയത് ഞാൻ ഇന്നും ഓർക്കുന്നു. സ്കൂളിലെത്തിയ എന്നെ വേണ്ടത്ര വിശ്രമമെടുത്തു വരാൻ ഉപദേശിച്ച് തിരിച്ചയക്കുകയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട അധ്യാപിക. അവരോടുള്ള സ്നേഹവും ആദരവും എന്നിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. LP, UP സ്കൂളുകളിൽ പഠിക്കുന്ന കാലത്ത് നടത്തപ്പെട്ട അധിക പരീക്ഷകളിലും ക്ലാസ്സിലെ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയിരുന്നത് ഞാനും എൻ്റെ സുഹൃത്തും മാറി മാറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ഞങ്ങളോട് വളരെയധികം സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. അന്ന് വിജയികൾക്ക് ചോക്കുകളും പെൻസിലുകളുമായിരുന്നു സമ്മാനമായി നൽകിയിരുന്നത്. സ്കൂളുകളിലായാലും വീട്ടിലായാലും അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന കളികൾ കൗതുകമുണർത്തുന്നവയായിരുന്നു. കക്കുകളി, തൊട്ടുകളി, ഗെയിം, ഒള്ളിച്ചാട്ടം, കബഡി, കുട്ടിയും കോലും, ഫുട്ബോൾ, വോളിബോൾ, ഇങ്ങനെ പോകുന്നു അവയുടെ പരമ്പര. കക്കുകളി: നിലത്ത് ചതുരക്കള്ളികൾ വരച്ച് മാങ്ങയുടെ അണ്ടി ആദ്യ കള്ളിയിൽ വെച്ച് ഒരു കാൽ പൊക്കിപ്പിടിച്ച് നിലത്ത് വെച്ച കാലുകൊണ്ട് ചാടി ആ അണ്ടി ഒരു കള്ളിയിൽ നിന്ന് അടുത്ത കള്ളിയിലേക്ക് എന്ന രീതിയിൽ തട്ടി അവസാനത്തെ കള്ളിയിൽ നിന്ന് പുറത്ത് തട്ടുക, ശേഷം അതിൻ്റെ മുകളിലേക്ക് ചാടുക എന്നതായിരുന്നു കക്കുകളി. തൊട്ടുകളി: തെന്നിയോടുന്ന കുട്ടികളെ ഓടിച്ചെന്ന് തൊടുക എന്നതാണ് തൊട്ടുകളി. തൊടപ്പെടുന്നവനാരോ അവനായിരിക്കും അടുത്ത ഊഴം. ഗെയിം കളി: ഓട് പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി അവ അട്ടിക്ക് വെച്ച് പന്ത് കൊണ്ട് ആ അട്ടി എറിഞ്ഞു വീഴ്ത്തും. അകന്നു പോകുന്ന പന്ത് എതിർകക്ഷി എടുത്ത് എറിയുന്നതിന് മുമ്പ് അവ വീണ്ടും അട്ടിക്ക് വെക്കുക എന്നതാണ് ഗെയിം കളി. അട്ടി വെക്കുന്നതിനിടയിൽ എതിർകക്ഷിയുടെ ഏറുകൊണ്ടാൽ കളിയിൽ തോറ്റു, ഇല്ലെങ്കിൽ ജയിച്ചു. കുട്ടിയും കോലും: ഒരു ചെറിയ ചാലുണ്ടാക്കി 2 തലയും കൂർപ്പിച്ച ഒരു വടിക്കഷ്ണം അതിനു മുകളിൽ വെക്കും. ഇതിന് കുട്ടി എന്നാണ് പറയുക. അല്പം നീളമുള്ള മറ്റൊരു വടി, ഇതിന് കോല് എന്നാണ് പറയുക. അതുകൊണ്ട് അതിനെ തോണ്ടിയെറിയും. ആ സമയത്ത് എതിർകക്ഷി ആ കുട്ടിയെ പിടിച്ചാൽ തോണ്ടി എറിഞ്ഞയാൾ കളിയിൽ നിന്ന് പുറത്താകും. ഇല്ലെങ്കിൽ എതിർകക്ഷി അതിനെ എടുത്ത് തിരികെ എറിയും. അപ്പോൾ ആദ്യം എറിഞ്ഞ കക്ഷി അതിനെ തട്ടി അകറ്റാൻ ശ്രമിക്കും. അതിൽ വിജയിച്ചാൽ ഓടിച്ചെന്ന് കോലുകൊണ്ട് ആ കുട്ടിയുടെ അറ്റത്ത് പതുക്കെ അടിച്ച് അതിനെ പൊക്കി നീട്ടിയടിക്കാൻ ശ്രമിക്കും. ഈ വിധം 3 പ്രാവശ്യം ചെയ്യാനുള്ള അനുവാദമുണ്ട്. അവസാനം കുട്ടി എത്തുന്ന സ്ഥലത്ത് നിന്ന് കോലുകൊണ്ട് കുഴി വരെ അളക്കും. ഒരു കളിക്ക് നിശ്ചയിക്കപ്പെട്ട കോലളവുകളുടെ എണ്ണം ആദ്യം പൂർത്തിയാക്കുന്നവൻ വിജയിയായി പ്രഖ്യാപിക്കപ്പെടും. കുട്ടിയെ തിരിച്ചറിയുന്ന സമയത്ത് തട്ടിയകറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ കുട്ടിയുടെയും കുഴിയുടെയും ഇടയിലുള്ള ദൂരം കോലിനേക്കാൾ കുറവാണെങ്കിൽ തോണ്ടിയെറിഞ്ഞ ആൾ പുറത്താകും. ഇല്ലെങ്കിൽ അദ്ദേഹത്തിനു കളി തുടരാനാകും.